ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവൻ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദിനംതോറും നടക്കുന്നവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നടക്കുന്നവൻ ഭയഭക്തിയോടെ ജീവിക്കും. സ്തോത്രം. നോഹ എങ്ങനെയാ ഭയഭക്തിയോടെ ജീവിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കയറുന്നില്ല. സ്തോത്രം. അപ്പോൾ ഹാബേലും ഹാനോക്കും നോഹയും നമുക്ക് തരുന്ന പാഠങ്ങൾ ഇതാണ്. സ്തോത്രം. അപ്പോൾ ഹാബേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആരാധനക്കാരൻ്റെ ഒരു ചിത്രമാണ്. അവിടെ പറയുന്നു ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എഴുതിയിട്ടില്ല. പക്ഷേ കയീനെ കുറിച്ച് എഴുതിയിട്ടില്ല. പക്ഷേ ഹാബേലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താലാണ് ഈ യാഗം കഴിച്ചത്. ആമേൻ. കയീൻ വിശ്വാസത്താലല്ല യാഗം കഴിച്ചത്. സ്തോത്രം. അപ്പോൾ ആരാധന എങ്ങനെയായിരിക്കണം? വിശ്വാസത്താലായിരിക്കണം. സ്തോത്രം അല്ലേ? വിശ്വാസത്താൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്നു. അന്ന് നാഥൻ മുഖം കണ്ട് വെറുതെ പാടിവിടുക. സ്തോത്രം. ഈ പാട്ടൊക്കെ ഓരോന്ന് പാടുമ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ ആഴമായ അനുഭവങ്ങളിൽ നിന്ന് അവരെഴുതിയ പാട്ടുകൾ ഇതല്ല. സ്തോത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ ചില അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പാട്ടുകളിൽ കൂടെ ഒന്ന് കയറി പോകണം. അന്നേരം നമുക്കത് മനസ്സിലാകും. സ്തോത്രം. അപ്പോൾ ഇവിടെ വിശ്വാസത്താലാണ് ഹാബേൽ ഈ യാഗം കഴിച്ചത്. സ്തോത്രം. കയീനല്ലായിരുന്നു. എബ്രായ ലേഖനം 11:6 വ്യക്തമായിട്ട് പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പ്രസാദിച്ച് ഒരു ആരാധനയാകാനുള്ള കാരണം അത് വിശ്വാസത്താലാണ് അർപ്പിച്ചത്. ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടല്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ടല്ല, നമ്മുടെ വേദനകളെ കണ്ടുകൊണ്ടല്ല, സ്തോത്രം, നമ്മുടെ വിഷയങ്ങളെ ഓർത്തുകൊണ്ടല്ല, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ ദൈവമെന്നോർത്ത് മഹിത്വപ്പെടുത്തുവാൻ അവന് തുല്യനായി ആരുമില്ല, അവനെ പോലെ ആരുമില്ല. അവൻ്റെ മഹത്വത്തിന് ഒരു കുറവുമില്ല, അവൻ്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കുന്ന ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവം എൻ്റെ ആരാധന കൈക്കൊള്ളുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.